ലോകകാൽപന്തിന്റെ സൗന്ദര്യത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്ന മഹാ വേൾഡ് കപ്പ് ഇതാ മുൻപിൽ വന്നെത്തി നിൽക്കുന്നു. ഓരോ ഫുട്ബോൾ ആരാധകരും ഒരുപോലെ രോമാഞ്ചത്തോടെ കാത്തിരുന്ന 2026 വേൾഡ് കപ്പ് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 3-ാം നാൾ കഴിഞ്ഞിരിക്കുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ഓരോ ടീമുകളും തങ്ങളുടെ ആദ്യ മത്സരങ്ങൾ കളിച്ചുകൊണ്ട് വേൾഡ് കപ്പിന്റെ ആവേശത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലെ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ഇന്ന് നടന്നത്. ഗ്രൂപ്പ് സിയിലെ ആവേശകരമായ ആ മത്സരം അത് കാനറിപ്പടയായ ബ്രസീലും ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മത്സരം. ഇരു ടീമുകളും തുല്യശക്തർ തന്നെയായിരുന്നു. വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത മനസ്സുമായി അവർ ആ പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുത്തു. ഒരു ഭാഗത്ത് ഒരു കാലത്ത് ലോക ഫുട്ബോളിനെ തന്നെ അടക്കി ഭരിച്ചിരുന്ന ലോക ഫുട്ബോളിലെ തന്നെ ഒരേ ഒരു രാജാക്കന്മാർ ബ്രസീൽ. തങ്ങളുടെ വളരെ മോശം കാലഘട്ടത്തിലൂടെയാണ് ബ്രസീൽ ഇപ്പോൾ കടന്നു പോകുന്നത്. അത് കാർലോസ് അൻസെലോട്ടിക്ക് കീഴിൽ പുതിയ ചരിത്രങ്ങൾ തീർത്തുകൊണ്ട് തങ്ങളുടെ സുവർണ കാലഘട്ടത്തെ തിരികെ കൊണ്ടുവരാൻ തന്നെയാണ് ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുന്നത്. മറുഭാഗത്ത് ഒട്ടും മോശമല്ലാത്ത മൊറോക്കോയാണ് വരുന്നത്. 34 മത്സരങ്ങളോളം അൺബീറ്റണായി വരുന്ന മൊറോക്കോ നിലവിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയാണ്. മൊറോക്കോയുടെ വീര്യം അറിയാൻ അധികമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2022 വേൾഡ് കപ്പിൽ മൊറോക്കോ ഉണ്ടാക്കിയ ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്തത് തന്നെയാണ്. 2026 വേൾഡ് കപ്പിന്റെ വേദിയിൽ ഒരിക്കൽ കൂടെ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആ മത്സരത്തിന്റെ ആവേശം പതർമടങ്ങ് തന്നെയായിരുന്നു. അമേരിക്കയിലെ പ്രശസ്ത സിറ്റി ന്യൂയോർക്കിന്റെ മണ്ണിൽ ഈസ്റ്റ് റദർഫോർഡിലായിരുന്നു ആവേശകരമായ ആ മത്സരത്തിന് കളമൊരുങ്ങിയിരുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 ആവേശകരമായ മത്സരത്തിന് കിക്ക് ഓഫ് ഇട്ടിരുന്നത്. മത്സരത്തിൽ ആര് വിജയിക്കുമെന്നറിയാൻ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആ സ്റ്റേഡിയത്തിലേക്ക് ഉറ്റുനോക്കി. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും നെയ്തുകൊണ്ട് വേൾഡ് കപ്പിന്റെ വേദിയിലേക്ക് ആദ്യ മത്സരത്തിന് പൂട്ടുകെട്ടിയ ബ്രസീലിന് വെറും നിരാശ തന്നെയായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ നാം കണ്ടത്. അത് മൊറോക്കോയുടെ ആധിപത്യമായിരുന്നു കളിക്കളത്തിൽ മുഴുവൻ ലോക ഫുട്ബോൾ ആരാധകർ കണ്ടത്. ബ്രസീൽ ആരാധകരെ ഒന്നടക്കം ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മൊറോക്കോ ഒരുപാട് ആക്രമണങ്ങൾ ബ്രസീൽ പോസ്റ്റിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. മത്സരത്തിലെ ആദ്യ മിനിറ്റുകളിലെ ബ്രസീലിന്റെ പ്രകടനം വളരെ മോശം തന്നെയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. മറുഭാഗത്ത് മൊറോക്കോയാണെങ്കിലോ അവരുടെ വീര്യം വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. ബ്രസീൽ ഡിഫൻഡർമാരെയും ബ്രസീൽ ആരാധകരെയും മൊറോക്കോ ശരിക്കും വെള്ളം കുടിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. എന്നാൽ ഇത് ഫുട്ബോളാണ്. ആദ്യ മിനിറ്റുകൾ കൊണ്ട് ഒരിക്കലും നമുക്കത് വിലയിരുത്താൻ കഴിയില്ല. പിന്നീട് മത്സരത്തിൽ ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കളിക്കളത്തിൽ ബ്രസീൽ ആരാധകരും ബ്രസീലും ഒരുപോലെ മിസ് ചെയ്ത നാമം നെയ്മർ ജൂനിയർ എന്ന പേര് മാത്രമായിരുന്നു. പരിക്ക് കാരണം വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അയാൾക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും മത്സരത്തിനുടനീളം ബ്രസീൽ ആരാധകരും ബ്രസീലും നെയ്മറിനെ കളിക്കളത്തിൽ മിസ് ചെയ്തു എന്നതും സത്യം തന്നെയാണ്. മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയത് മത്സരത്തിന്റെ 21-ാം മിനിറ്റ് ആയിരുന്നു. അത് മൊറോക്കോയുടെ മികച്ചൊരു മുന്നേറ്റമായിരുന്നു. ഇസ്മായിൽ സൈബറി ബ്രസീലിനെതിരെ ലക്ഷ്യം കാണുന്നു. ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തുന്ന നിമിഷം. മറുഭാഗത്ത് മൊറോക്കൻ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിന്റെ 21-ാം മിനിറ്റിൽ തന്നെ അവർ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അലിസൺ ബക്കർ എന്ന ബ്രസീലിയൻ ഗോൾ കീപ്പറിന്റെ തലക്ക് മുകളിലൂടെ മനോഹരമായ ചിപ്പിംഗ് ഷോട്ട് അത് ബ്രസീലിയൻ വല കുലുക്കുമ്പോൾ ഓരോ മൊറോക്കൻ ആരാധകരും രോമാഞ്ചം കൊണ്ടു. മത്സരത്തിലെ ആദ്യ ലീഡ് മൊറോക്കോ തന്നെ ഉയർത്തുകയായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിക്കൊണ്ട് മത്സരത്തിന്റെ 32-ാം മിനിറ്റിൽ മറ്റൊരു മുഹൂർത്തം വരുന്നു. അത് വിനീഷ്യസ് ജൂനിയർ ബോളുമായി വരുന്നു. മൊറോക്കൻ ഡിഫൻഡർമാർക്ക് ഒന്നും ചെയ്യാനാകാതെ അയാളുടെ മികച്ചൊരു ഷോട്ട് അതൊരിക്കൽ കൂടെ മത്സരത്തിന്റെ 32-ാം മിനിറ്റിൽ ലക്ഷ്യം കാണുമ്പോൾ ഓരോ ഫുട്ബോൾ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ഗോളിന് പിന്നിൽ നിന്ന ബ്രസീൽ മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ ആവേശം ഒരുപോലെ നിറഞ്ഞാടി ആ വേൾഡ് കപ്പ് മത്സരം സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടിക്കൊണ്ട് മത്സരം അതിന്റെ ആവേശ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ കഴിഞ്ഞതും പിന്നീട് നാം കളിക്കളത്തിൽ വലിയൊരു മാറ്റം തന്നെയായിരുന്നു കണ്ടിരുന്നത്. അതുവരെ പതുങ്ങിയിരുന്ന ബ്രസീൽ പിന്നീട് ആറാടുകയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ബ്രസീൽ നേരിട്ട വിമർശനങ്ങൾക്ക് ബ്രസീൽ ആ മത്സരത്തിൽ തന്നെ മറുപടി നൽകുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത്. മികച്ച
പ്രകടനം തന്നെയായിരുന്നു ബ്രസീൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. വിനീഷ്യസ് ജൂനിയറിലൂടെയും റാഫിനയിലൂടെയുമെല്ലാം ഒരുപാട് ആക്രമണം അവർ നടത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത മൊറോക്കൻ പോരാളികളും ഒരുപാട് ആക്രമണം ബ്രസീൽ പോസ്റ്റിലേക്ക് കടത്തിവിടുന്നുണ്ട്. എങ്കിലും അതൊന്നും ലക്ഷ്യം കാണാതെ മത്സരത്തിൽ 1-1 എന്ന സ്കോറിൽ തന്നെ മത്സരത്തിന്റെ അവസാന നിമിഷം വരെ മത്സരം മുൻപോട്ട് കുതിക്കുന്നു. മത്സരത്തിന് അവസാന നിമിഷം വരെ ഇരു ടീമുകളും പോരാടി തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു ഗോൾ നേടാൻ വേണ്ടി ഇരു ടീമുകളും ശക്തമായി കളിച്ചെങ്കിലും ഇരു ടീമിനും അതിന് സാധിച്ചില്ല. ആവേശകരമായ മത്സരം അവസാനിച്ചപ്പോൾ 1-1 എന്ന സ്കോറിൽ മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു.